കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല PG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സർവകലാശാലയെ വിദ്യാർത്ഥികൾക്ക്, അതായത് PG അഡ്മിഷന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ കേരള സർവകലാശാല പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിംഗ് യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് 2024-25 അഡ്മിഷനാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലേക്കുള്ള PG അഡ്മിഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ PG അഡ്മിഷൻ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാ PG അഡ്മിഷൻ പോലെയല്ല, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. 100 മാർക്കിൻ്റെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും. നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്താണോ അത് വെച്ചിട്ടുള്ള എക്സാമിനേഷൻ തന്നെയായിരിക്കും. നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ബേസിസിലുള്ള 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ. ആ എൻട്രൻസ് എക്സാമും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി മാർക്കൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിൽ റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോഴത്തെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ, ആ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 750 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. SSC ST കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് 500 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സീറ്റിൽ 50% സീറ്റ് എന്ന് പറയുന്നത് മെറിറ്റ് സീറ്റാണ്. പിന്നെ ഉള്ളത് കാസ്റ്റ് ബേസ് 20%, EWS വിദ്യാർത്ഥികൾക്ക് 10% സീറ്റ്, അതുപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് വിദ്യാർത്ഥികൾക്ക് 15%, ST കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് 5% സീറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് മെയ് 10 വരെ, ഇനി 2 ദിവസം കൂടിയുണ്ട്. മെയ് 10 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് മെയ് 18 മുതൽ 24 വരെയുള്ള ഡേറ്റ് ആണ്. അതിനുശേഷം ജൂൺ 14 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ജൂലൈ 1 മുതലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 10 മുതൽ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ആദ്യം നിങ്ങൾക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, ഇപ്പം നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റി ഒന്നും തന്നെ 6th സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അത് നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും കൊടുക്കാനുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൊടുത്ത് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ, ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 18 മുതൽ 24 വരെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പറഞ്ഞല്ലോ, 100 മാർക്കിൻ്റെ എക്സാമാണ് നടക്കുന്നത്. മൈനസ് മാർക്കുണ്ട്. നിങ്ങൾക്ക് ആൻസർ തെറ്റുന്നതിനനുസരിച്ച് 0.25 മാർക്ക് ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന എക്സാമാണ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ BCom വിദ്യാർത്ഥികൾക്ക് BCom റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. MCom അഡ്മിഷന് വേണ്ടി ഒരുപാട് പ്രോഗ്രാം, അതായത് ആർട്സ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് സബ്ജക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രോസ്പെക്ടസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കിയാൽ കൃത്യമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാവും. ഇവിടെ MA ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MSc ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ബോട്ടണി, കെമിസ്ട്രിയിൽ തന്നെ സ്പെഷ്യലൈസേഷൻ അതും കൊടുത്തിട്ടുണ്ട്. MCom വിദ്യാർത്ഥികൾക്കും
നിങ്ങൾക്ക് ഏതൊക്കെയാണ് എംകോം ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ എംകോം ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ ഉണ്ട്, എംകോം ബ്ലൂ എക്കോണമി ഉണ്ട്, അതുപോലെ തന്നെ റൂറൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ഇങ്ങനത്തെയുള്ള സബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ MSW MCJ ഇങ്ങനത്തെയുള്ള സബ്ജക്റ്റുകളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അല്ലാത്ത PG അഡ്മിഷൻ വരുന്നതായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഇതിപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ ഈ 2 ഡേയ്ക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പ്രയോജനകരമാകട്ടെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്